നിങ്ങളുടെ ബാങ്ക് വായ്പ എഴുതി തള്ളാനും മറ്റും ഒരു ജഡ്ജിയും ഡ്രൈവറും രംഗത്തിറങ്ങിയിരിക്കുന്നു. വലിയ വാർത്തയായി. ജഡ്ജിയെയും ഡ്രൈവറെയും വെഞ്ഞാറമൂട് പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. നല്ല രസകരമായ ഒരു തട്ടിപ്പാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കണ്ണൂർ ചിറക്കൽ കവിതാലയത്തിൽ KM ജിഗേഷ്, 30 വയസ്സേ ഉള്ളൂ, നല്ല കാണാൻ സുന്ദരൻ, നല്ല മിടുക്കൻ ജഡ്ജിയാണെന്ന് നമുക്ക് തോന്നും. ഡ്രൈവർ മാന്നാറ് ഇന്ദുത്തൂർ അച്ചത്തറ വടക്കേതിൽ വീട്ടിൽ സുരേഷ്, അയാൾക്ക് 36 വയസ്സ്, കാറും ഉണ്ട്, അയാൾ ഡ്രൈവറായിട്ട് കണ്ട ഡ്രൈവറാണെന്ന് തോന്നും. അതേ സമയത്ത് മറ്റേ ആൾ ജഡ്ജിയാണെന്ന് തോന്നും, അത്ര ഗെറ്റപ്പൊക്കെ ഉണ്ട്. അവർ രണ്ടുപേരും ഇതുപോലെ ഏത് വായ്പയും ഒതുക്കാം, പൈസ കൊടുക്കാതെ അവരെ സ്വാധീനിച്ച് ഒതുക്കി തരാം, പുതിയ വായ്പ സംഘടിപ്പിച്ച് തരാം, ഏതെങ്കിലും കേസുണ്ടെങ്കിൽ അത് ഒതുക്കി തരാം, എല്ലാത്തിനും കഴിവുള്ള ആളാണല്ലോ ജഡ്ജി. അതുകൊണ്ട് ധാരാളം പാവങ്ങൾ അതിനകത്ത് വീണു, പലർക്കും പണം നഷ്ടപ്പെട്ടു. വെഞ്ഞാറമൂട്ടിൽ ഒരു സ്ത്രീക്ക് ഇതേ രീതിയിൽ കുറേ പണം നഷ്ടമായി. അവർ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. ജഡ്ജിയെയും അതുപോലെ ഡ്രൈവറെയും അറസ്റ്റ് ചെയ്തു. ജഡ്ജിയായിട്ട് അഭിനയിക്കുന്ന ആള് കണ്ണൂർ ചിറക്കൽക്കാരനാണ് ജിഗേഷ്. ജഡ്ജിയുടെ വേഷം ഇടും, കോട്ടിടും, ആ രീതിയിൽ ജഡ്ജിമാരുടെ ഡ്രസ്സ് ഇട്ടുകൊണ്ട് വരും. ഡ്രൈവർ ഒരു പ്യൂണായിട്ട് അഭിനയിക്കാം, അവൻ്റെ ഡ്രൈവറുമാണ്. അങ്ങനെ വെഞ്ഞാറമൂട് സ്റ്റേഷൻ്റെ അതിർത്തിയിലുള്ള ഒരു സ്ത്രീയെ അവരുടെ പണമെല്ലാം അവരെ ആവശ്യത്തിന് കമ്മീഷനൊക്കെ വാങ്ങിച്ച് അവരുടെ കേസെല്ലാം ഒതുക്കാം എന്ന് പറഞ്ഞ് പണം തട്ടിയപ്പോൾ അവർക്ക് ഇത് ജഡ്ജിയല്ല, ഇത് തട്ടിപ്പാണ് എന്നവർക്ക് തോന്നി. അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞ് ഇവരെ രണ്ടുപേരെയും അറസ്റ്റ് ചെയ്തു. ഇവരെ അറസ്റ്റ് ചെയ്ത വാർത്തകൾ വെളിയിൽ വന്നപ്പം ഏകദേശം 17 പേര് ഇതേ രീതിയിൽ പറ്റിക്കപ്പെട്ടവർ വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. അവർ പല പോലീസ് സ്റ്റേഷനിലും അവരവരുടെ പോലീസ് സ്റ്റേഷനിൽ ഈ തട്ടിപ്പ് നടത്തിയവർക്കെതിരായിട്ട് പരാതി കൊടുത്തെങ്കിലും ആരാണ് തട്ടിപ്പ് നടത്തിയെന്ന് മനസ്സിലാകില്ല, അങ്ങനെ കിടക്കുകയായിരുന്നു. ചിറക്കക്കാരൻ ജിഗേഷും മാന്നാറുകാരൻ സുരേഷുമാണ് ഇതിൻ്റെ പിന്നിലെന്ന് അവർക്ക് അന്നേ മനസ്സിലായി. രണ്ടിനെയും അറസ്റ്റ് ചെയ്തു. ഇവരുടെ ഈ കേസിൻ്റെ മോഡസ് ഓപ്പറാൻഡി വളരെ രസകരമാണ്. ഒരാൾ വീണ് കഴിഞ്ഞാൽ അയാളെ വിളിക്കുന്നത് ഒരു സിം കാർഡിൽ തന്നെയായിരിക്കും. വാട്സാപ്പിൽ കൂടെ മാത്രമേ വിളിക്കുകയുള്ളൂ, വാട്സാപ്പിൽ കൂടെ മാത്രമേ സംസാരിക്കുകയുള്ളൂ. ആ പറ്റിയിൽ ഏകദേശം ശരിയായിട്ടുണ്ടെങ്കിൽ പിന്നെ ആ സിം കാർഡ് മാറ്റിക്കളയും, അത് വാട്സാപ്പിൽ ലഭിക്കത്തേയില്ല. വാട്സപ്പ് ആയതുകൊണ്ട് എവിഡൻസ് കിട്ടില്ലല്ലോ, പറഞ്ഞ് സംസാരിച്ചതൊക്കെ അത് കണക്കാക്കിയിട്ട് ഓരോ കക്ഷിക്കും ഓരോ സിം കാർഡ് വാങ്ങിക്കും. ആ കാര്യം നടത്തി കഴിഞ്ഞാൽ ആ സിം കാർഡ് ഉപേക്ഷിച്ച് കളയും. ഇതുപോലെ കുറേയധികം ആൾക്കാരെ കേരളത്തിൽ പറ്റിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഏതായാലും 17 പേര് ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. അവർ ആൾക്കാരെ വിശ്വസിപ്പിക്കാൻ വേണ്ടി സർക്കാർ സ്ഥാപനങ്ങളിലെ അല്ലെങ്കിൽ ബാങ്കുകളിലൊക്കെ വ്യാജമായ സീലുണ്ടാക്കും. പിന്നെ അവർക്ക് സീല് മാത്രമല്ല, ലെറ്റർ പാടുണ്ടാവും. ആൾക്കാർ ഇൻ്റർവ്യൂ കാർഡുകൾ ഇവർ തന്നെ പ്രിൻ്റ് ചെയ്യും, അതിനകത്ത് സീലടിച്ച് അതാത് സ്ഥാപനങ്ങളുടെ രീതിയിലുള്ള ലെറ്ററുകൾ പോകും. അതൊന്നും ആരും അറിയാതെ ഇവരുണ്ടാക്കുകയാണ്. കക്ഷികളൊരാൾ ഇങ്ങനെ സഹായിച്ചാൽ കൊള്ളാം, എൻ്റെ ബാങ്ക് വായ്പ കുടിശ്ശികയായി കിടക്കുകയാണ്, അത് ഒതുക്കി തരാം, 10 ലക്ഷം രൂപ ബാങ്ക് വായ്പ ഉണ്ടെങ്കിൽ, അത് കുടിശ്ശിക ഉണ്ടെങ്കിൽ 5 രൂപയിൽ 2 ലക്ഷം രൂപയിൽ ഒതുക്കാം, ആ പൈസ വാങ്ങിക്കും. അപ്പം ബാങ്കിൻ്റെ വിവരങ്ങളെല്ലാം കൊടുക്കുമ്പോൾ ആ വിവരങ്ങൾ രേഖപ്പെടുത്തും. സർക്കാർ സ്ഥാപനങ്ങളാണെങ്കിൽ ആ വിവരങ്ങൾ രേഖപ്പെടുത്തും. ആ സ്ഥാപനം മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ സ്ഥാപനത്തിൻ്റെതായ രീതിയിലുള്ള സീൽ ഇവർ ഉണ്ടാക്കും. സീലുണ്ടാക്കിയിട്ട് ആ സീലിൽ കറസ്പോണ്ടൻസ് നടത്തും. ഇൻ്റർവ്യൂ കാർഡ് ആ സ്ഥാപനത്തിൻ്റെ പേരിലുണ്ടാക്കിയ റെക്കോർഡിനകത്ത് സീലടിച്ച് ഇൻ്റർവ്യൂ കാർഡും അവർ ഉണ്ടാക്കിയിട്ട് അത് പോസ്റ്റ് ചെയ്യും. അപ്പം നമ്മളെല്ലാവരും വിശ്വസിക്കും. കാരണം അത് ജഡ്ജി ആണ്, അങ്ങനെ ഒരു കമ്മീഷൻ ഉണ്ടാകാം, അല്ല ജഡ്ജിക്ക് അതിന് അധികാരമുണ്ട്, അല്ലെ ജഡ്ജിമാരെ ആരെങ്കിലും ഇങ്ങനെയുള്ള കാര്യത്തിന് നിയോഗിച്ചിട്ടുണ്ടാവും ഗവൺമെൻറ്, അങ്ങനെയൊക്കെ പാവങ്ങൾ വിശ്വസിച്ച് പോകും. അങ്ങനെയാണ് ഒരു വ്യാജമായ ഒരു ജഡ്ജിയെ വേഷം ധരിച്ച് ഇയാൾ വരുന്നത്. ആൾക്കാരൊക്കെ വിശ്വസിക്കും. കാരണം ഫോൺ ചെയ്ത് ചോദിച്ചു കഴിയുമ്പം ഇങ്ങനൊരു സ്ഥാപനം ഉണ്ട്, ആ സ്ഥാപനത്തിന് സഹായം നിങ്ങൾക്ക് ലഭിക്കും എന്നൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു തട്ടിക്കഴിയുമ്പോൾ ആൾക്കാർ കയറി കൊത്തും. അതോടുകൂടി വിളിക്കുമ്പോൾ അവർക്ക് ഏത് സ്ഥാപനം, അത് എവിടെയാണ് സ്ഥാപനം, എത്ര ലക്ഷം രൂപ വേണം, അല്ലെങ്കിൽ എത്ര ലക്ഷം രൂപ വായ്പ വേണം, ഇങ്ങനെയുള്ള കാര്യം, അല്ല ജോലിക്ക് നിങ്ങൾക്ക് ജോലി ആ സ്ഥാപനത്തിൽ കിട്ടും, ഏതാണ് നിങ്ങളുടെ ആവശ്യമെന്നും അതനുസരിച്ച് കാര്യം മനസ്സിലാക്കിയിട്ട് ആ രീതിയിലുള്ള ലെറ്റർ പാഡ് ഉണ്ടാക്കും, ആ രീതിയിലുള്ള സീലുണ്ടാക്കും,
ആ രീതിയിലുള്ള ഒരു ഇൻ്റർവ്യൂ കാർഡ് ഉണ്ടാക്കും, നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യും. പക്ഷേ നിങ്ങൾ ജഡ്ജിയെ കാണണമെന്നുണ്ടെങ്കിൽ ആലപ്പുഴയിൽ വരണം. ആലപ്പുഴ സ്ഥിരമായിട്ട് വന്ന് അവിടെ വെച്ചാണ് ആൾക്കാരെ കാണുന്നത്. പിന്നെ എങ്ങോട്ട് പോകുന്നു എന്നറിയത്തില്ല. പിന്നെ ഓരോരുത്തരുടെ കാര്യങ്ങൾ അവർ വിളിക്കുന്ന സ്ഥലത്തേക്ക് വരിക, അവരുമായിട്ട് ബന്ധപ്പെടുക, അങ്ങനെ അങ്ങ് പോകും. പക്ഷേ ഇയാൾ ആരാണ്, എവിടെയാണ്, അഡ്രസ്സ് ഒന്നും ആർക്കും ഒരു നിശ്ചയമില്ല. ഒരു ജഡ്ജി ആയതുകൊണ്ട് പിന്നെ ചോദിക്കാനും കഴിയില്ലല്ലോ. കാറിലാണ് വരുന്നത്, ജഡ്ജിയുടെ വേഷമുണ്ട്, ഡ്രൈവർ കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും, ജഡ്ജാണ്, കുഴപ്പമില്ല. അങ്ങനെ ആ കൂടെയുള്ള ഇവർ രണ്ടുപേരെയുമാണ് ഇപ്പം വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിൽ അറസ്റ്റ് ചെയ്തു. അവിടെയുള്ള ഒരു ലേഡിയുടെ പരാതിയുടെ പുറത്ത് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഈ വ്യാജ ജഡ്ജി ഇപ്പം സെല്ലിനകത്ത് കിടപ്പുണ്ട്. കൂടാതെ ആ ഡ്രൈവറും അദ്ദേഹത്തിൻ്റെ പിയൂണായിട്ട് അഭിനയിച്ച ആളും ഇപ്പോൾ സെല്ലിൽ കിടപ്പുണ്ട്. ഇതൊരു ആധുനിക രീതിയിലുള്ള തട്ടിപ്പാണ്. പലരും ഇതിനകത്ത് വീണുപോയി. ഇപ്പം തന്നെ 17 പേര് രംഗത്ത് വന്നിട്ടുണ്ട്. കൂടുതൽ ആൾക്കാർ കേരളത്തിൽ പല സ്ഥലത്തും ഇതുപോലെ തട്ടിപ്പിന് വിധേയമായിട്ടുണ്ടാവാം. അവരൊക്കെ വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിൽ ബന്ധപ്പെടുക, ഡീറ്റെയിൽസ് കിട്ടും. ആ ഡീറ്റെയിൽസ് എല്ലാം കൺസേൺഡ് പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞു കൊടുത്താൽ അവിടെ ഇവർക്കെതിരായിട്ട് നടപടി ഉണ്ടാകും. ഇയാൾ നേരത്തെ ഒരു തട്ടിപ്പിനിരയായ കഥയിൽ കേസിലെ പ്രതിയാണ് ജികേഷ് എന്നുള്ള വാർത്തകളും വരുന്നുണ്ട്. വ്യാജ ജഡ്ജിയുടെ പേരിൽ നോർത്ത് പരവൂരിൽ ഒരു കേസുണ്ട്. അത് ഒരാൾക്ക് അവിടെ ഒരു സ്ഥലം കൊടുക്കാം എന്ന് പറഞ്ഞ് 82 ലക്ഷം രൂപ അയാൾ വാങ്ങിച്ചു. അയാൾ തൃശ്ശൂർ വടക്കേക്കാട് സ്റ്റേഷനിലാണ് ആ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ആ സ്ഥലം എറണാകുളത്ത് കൊണ്ട് കാണിച്ചിട്ടുണ്ടാവും, അത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടാവും. വളരെ കണ്ണായ സ്ഥലമാവും, ആലുവയിലെയാണ് അത് കാണിച്ചിട്ട് 82 ലക്ഷം രൂപ ഇയാളിൽ നിന്ന് പറ്റിച്ചു. അയാൾ പറ്റിച്ചെടുത്ത് വ്യാജ ജഡ്ജി. അങ്ങനെ ഒരു കേസ് ഇപ്പോൾ തൃശ്ശൂർ വടക്കേക്കാട് പോലീസ് സ്റ്റേഷനിലുണ്ട്. തട്ടിപ്പ് നടന്നത് എറണാകുളത്ത്, അത് നോർത്ത് പരവൂരിലാണ് എന്നാണ് ഇപ്പം മനസ്സിലാകുന്നത്.